നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസം അവിടെ നടക്കുകയാണ്. അവിടേക്ക് ഇന്ത്യയും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോളണ്ടിലോട്ടടക്കം ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രകോപനപരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ റഷ്യ ഒരു സൈനിക അഭ്യാസം നടത്താനായിട്ട് മുതിരുന്നത്. ഇപ്പോഴിതാ സെപ്റ്റംബർ 10 മുതൽ 16 വരെ റഷ്യയിൽ നടക്കുന്ന ബഹുമുഖ സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ നിലവിലെ റഷ്യയിലെ സാഹചര്യത്തിൽ പങ്കെടുക്കുന്നതും ഏറെ ശ്രദ്ധ നേടുകയാണ്. പരമ്പരാഗത യുദ്ധ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മേഖലകളിലെ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും നടപടിക്രമങ്ങളും കൈമാറുന്നതിനുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ബെലാറസ് പോളണ്ട് അതിർത്തിയിലാണ് ഈ സൈനിക അഭ്യാസം നടക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. കാരണം പോളണ്ട് നാറ്റോയെ സംബന്ധിച്ച ഒരു ഗേറ്റ്വേ ആണ്. അതുകൊണ്ട് അതിർത്തിയിൽ ഇത്തരത്തിൽ സൈനിക അഭ്യാസം നടത്തുമ്പോൾ തീർച്ചയായും അത് പോളണ്ടിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൂടിയാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പോളണ്ട് കയറി ചൊറിഞ്ഞാൽ പിന്നെ റഷ്യ കണ്ണും പൂട്ടിയുള്ള അടിയാകും നടത്തുക. അങ്ങനെ വന്നാൽ നാറ്റോയ്ക്ക് നോക്കിയിരിക്കാനും സാധിക്കില്ല. നാറ്റോ കരാർ പ്രകാരം അവരുടെ അംഗരാജ്യങ്ങളിൽ ആരുടെയെങ്കിലും ദേഹത്ത് തൊട്ടാൽ എല്ലാവരും കൂടി ഇറങ്ങിയേ മതിയാവൂ. അത് തന്നെയാണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും പോളണ്ടിനെ കൂടി പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഏറ്റവും അതിർത്തി മേഖലകളോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഒരു സൈനിക അഭ്യാസം നടത്താനായിട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ ആ സൈനിക അഭ്യാസത്തിനായിട്ട് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്. പോളിഷ് ബെലാറസ് അതിർത്തിയോട് വളരെ അടുത്താണ് ഈ അഭ്യാസം നടക്കുന്നത് എന്നതിനാൽ പോളണ്ടിലും നാറ്റോ അയൽക്കാർക്കിടയിലും സാധ്യമായ പ്രകോപനങ്ങളോ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇതേ സമയത്ത് തന്നെ റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് വെറും പരിശീലനത്തിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയം വർദ്ധിപ്പിക്കുന്നു. അതിർത്തി അടയ്ക്കൽ, സൈനിക തയ്യാറെടുപ്പ് തുടങ്ങിയ നടപടികളിലൂടെയാണ് പോളണ്ട് സർക്കാർ ഇപ്പോൾ ഇതിനെതിരെ തൽക്കാലത്തേക്ക് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അതിർത്തി മേഖലകളിലെല്ലാം തന്നെ പോളണ്ട് ഇപ്പോൾ വളരെ കരുതലോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. എന്നാൽ അതിനർത്ഥം പോളണ്ടിൽ സ്പാഡ് അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ല. നിസ്നിയിലെ മുലിനോ പരിശീലന ഗ്രൗണ്ടിൽ നടക്കുന്ന എക്സൈസ് സ്പാഡ് എന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ 65 പേർ അടങ്ങുന്ന ഇന്ത്യൻ സായുധ സേനയുടെ ഒരു സംഘം ചൊവ്വാഴ്ച റഷ്യയിലേക്ക് പുറപ്പെട്ടതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 57 ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥരും ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നുള്ള 7 ഉദ്യോഗസ്ഥരും ഇന്ത്യൻ നാവികസേനയിൽ നിന്നുള്ള ഒരാളും ഈ സംഘത്തിലുണ്ട്. കുമയോൺ റെജിമെന്റിൽ ഒരു ബറ്റാലിയനും മറ്റ് ആയുധ സേവനങ്ങളിൽ നിന്നുള്ള സൈനികരും ചേർന്നാണ് ഇന്ത്യൻ കരസേനാ സംഘത്തെ നയിക്കുന്നതും. സൈനിക സഹകരണം വർദ്ധിപ്പിക്കുക, പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പരമ്പരാഗത യുദ്ധ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മേഖലകളിലെ തന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യകൾ, നടപടിക്രമങ്ങൾ എന്നിവ കൈമാറുന്നതിന് പങ്കെടുക്കുന്ന സൈന്യങ്ങൾക്ക് ഒരു വേദി നൽകുക എന്നിവയാണ് ബഹുമുഖ അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. തുറന്നതും സമതലവുമായ ഭൂപ്രദേശങ്ങളിലെ സംയുക്ത കമ്പനി തല പ്രവർത്തനങ്ങളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സംയുക്ത ആസൂത്രണം, തന്ത്രപരമായ അഭ്യാസങ്ങൾ, പ്രത്യേക ആയുധ വൈദഗ്ധ്യം തുടങ്ങിയ ദൗത്യങ്ങൾ സൈനികർ ഏറ്റെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംയുക്ത പ്രവർത്തന കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നതിനും ഒരു ബഹുരാഷ്ട്ര യുദ്ധ അന്തരീക്ഷത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനും ഈ അഭ്യാസം വിലപ്പെട്ട അവസരം നൽകുമെന്നും എക്സൈസ് സ്പാഡ് 2025 പങ്കെടുക്കുന്നത് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം വളർത്തുകയും അതുവഴി സഹകരണത്തിന്റെ പരസ്പര വിശ്വാസത്തിന്റെയും മനോഭാവം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിക്കുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സൈനിക സംഘം തന്നെ ഇപ്പോൾ റഷ്യയിലേക്ക് സൈനിക അഭ്യാസത്തിനായിട്ട്, സംയുക്ത സൈനിക അഭ്യാസത്തിനായിട്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ദ്വിവത്സര അഭ്യാസങ്ങൾ സൈനികം എന്നതിലുപരി രാഷ്ട്രീയപരവുമാണ്. സമീപത്തുള്ള നാറ്റോ തലസ്ഥാനങ്ങൾക്ക് സ്പാഡ് ഗുരുതരമായിട്ടുള്ള പിരിമുറുക്കമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സൈനിക അഭ്യാസം നടക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് പകുതിയോടെ തന്നെ റഷ്യൻ യൂണിറ്റുകൾ ബെലാറസിൽ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ദ്വിവത്സര സൈനിക നീക്കങ്ങൾക്ക് എത്രത്തോളം തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് ഇത് അടിവരയിടുന്നുണ്ട്.
റഷ്യൻ ഭാഷയിൽ പടിഞ്ഞാറ് എന്നർത്ഥം വരുന്ന സ്പാഡ് എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ മുൻതൂക്കം തന്നെ വഹിച്ചിട്ടുണ്ട്. ബാഹ്യാക്രമണത്തെ ചെറുക്കാനുള്ള യൂണിയൻ സ്റ്റേറ്റിന്റെ കഴിവ് പരീക്ഷിക്കുക എന്നതാണ് പ്രഖ്യാപിത ഉദ്ദേശമെങ്കിലും സമയം, അളവ്, നാടകീയത എന്നിവ റഷ്യയും ബെലാറസും തയ്യാറാണെന്നും നാറ്റോ അത് അറിയണമെന്നും അവർ ആഗ്രഹിക്കുന്നുവെന്നും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഒരു സന്ദേശം അയക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സൈനിക അഭ്യാസം. ഈ വർഷത്തെ അഭ്യാസങ്ങളെ വേറിട്ട് നിർത്തുന്നത് ആണവ ഘടകം കൂടിയാണ്. സ്പാഡ് 2025 ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തുമെന്ന് ബെലാറഷ്യൻ പ്രതിരോധ മന്ത്രി വിക്ടർ ക്രെനിനും സ്ഥിരീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ ഒറേഷ്നിക് മിസൈൽ സംവിധാനം ഇതിൽ ഉൾപ്പെടുന്നു. 2025 അവസാനത്തോടെ മിൻസ്കിന് ഇത് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മിൻസ്കിൽ നടക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ക്രെനിൻ ആണവായുധങ്ങളെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഘടകമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. അഭ്യാസത്തിൽ ആണവ ആസൂത്രണം ഉൾപ്പെടുത്തിക്കൊണ്ട് മോസ്കോയും മിൻസ്കും പതിവ് അഭ്യാസങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും ഇടയിലുള്ള രേഖ മങ്ങിക്കടക്കുകയാണ്. ആണവായുധങ്ങളൊന്നും യഥാർത്ഥത്തിൽ നീക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ സൈനിക അഭ്യാസത്തിന് അത് എത്തിക്കുന്നത് അത് ഒരു തരത്തിലും നാറ്റോ രാജ്യങ്ങൾക്കടക്കം അവഗണിക്കാൻ കഴിയില്ല. ഔദ്യോഗികമായി ഏകദേശം 13,000 സൈനികർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും യഥാർത്ഥ കണക്ക് വളരെ കൂടുതലാണെന്ന് പാശ്ചാത്യ വിശകലന വിദഗ്ധർ സംശയിക്കുന്നു. മുൻപ് അഭ്യാസങ്ങൾ പലപ്പോഴും പ്രഖ്യാപിത സംഖ്യകളെ കവിഞ്ഞിരുന്നു. 10,000-കണക്കിന് സൈനികർ, ടാങ്കുകൾ, വിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തനത്തിലേക്ക് നീങ്ങി. വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അട്ടിമറി യൂണിറ്റുകളെ നേരിടൽ, സാങ്കല്പിക ശത്രു ആക്രമണങ്ങളിൽ നിന്ന് പ്രധാന രാജ്യങ്ങളെ സുരക്ഷിതമാക്കൽ എന്നിവയാണ് റിഹേഴ്സൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ. നാറ്റോയ്ക്ക്, പ്രത്യേകിച്ച് ബാൾട്ടിക് രാജ്യങ്ങൾക്കും പോളണ്ടിനും ഈ അഭ്യാസം ഒരു പ്രതിരോധ അഭ്യാസം പോലെയല്ല, മറിച്ച് അവരുടെ അതിർത്തികൾക്ക് സമീപം അസ്വസ്ഥമായ രീതിയിൽ നടത്തുന്ന ഒരു റിഹേഴ്സൽ പോലെയാണ് തോന്നുന്നത്. യൂറോപ്യൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നതും അതുതന്നെയാണ്. സ്പാഡ് 2025 ഒന്നിലധികം ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുമെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥ സൈനിക സന്നദ്ധത പരിശോധിക്കുന്നു, പക്ഷേ അത് ഒരു തരത്തിലുള്ള ഭീഷണിയായും പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള അഭ്യാസങ്ങൾ സൈനിക നീക്കങ്ങൾക്കും ഉപകരണ വിന്യാസങ്ങൾക്കും മറ നൽകുന്നു. അതൊരു സിദ്ധാന്തത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഉപയോഗിക്കാനും കഴിയും. മോസ്കോയെ സംബന്ധിച്ചിടത്തോളം ഉപരോധിക്കപ്പെട്ട റഷ്യ പാശ്ചാത്യ ആക്രമണത്തെ ചെറുക്കാൻ തയ്യാറെടുക്കുന്നതിനെ കുറിച്ചുള്ള അതിന്റെ വിവരണത്തെ ഈ കാഴ്ച ശക്തിപ്പെടുത്തുന്നു. മിൻസ്കിനെ സംബന്ധിച്ചിടത്തോളം ബെലാറസ് പ്രാദേശിക സുരക്ഷയിൽ നിഷ്ക്രിയ കളിക്കാരല്ലെന്ന് അയൽക്കാരെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ അത് അതിന്റെ വലിയ സഖ്യകക്ഷിയോടുള്ള വിശ്വസ്തത കാണിക്കുന്നു. സ്പാഡ് 2025 വളരെ സുതാര്യമായി തന്നെ അവതരിപ്പിക്കാൻ ബെലാറസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ നിരീക്ഷകരെ ഡ്രിൽ കാണാൻ ക്ഷണിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നവരോ നിരീക്ഷകരായി 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഇത് അഭ്യാസത്തിന് ഒരു ബഹുരാഷ്ട്ര സ്വഭാവം നൽകുന്നുണ്ട്. പങ്കെടുക്കുന്നവരുടെ ഭാഗത്ത് ബെലാറസ്, ബംഗ്ലാദേശ്, ബുർക്കീന ഫാസോ, കോങ്കോ, മാലി, ഇന്ത്യ, ഇറാൻ, നൈജർ, താജിക്കിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്നു. നിരീക്ഷകരിൽ കംബോഡിയ, ചൈന, ക്യൂബ, കസാക്കിസ്ഥാൻ, മംഗോളിയ, മ്യാൻമാർ, നിക്കാരാഗ, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, സെർബിയ, തായ്ലാന്റ്, UAE, ഉസ്ബെക്കിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്നു. ഡ്രില്ലുകൾക്കായി ഇന്ത്യ 70 അംഗ സംഘത്തെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയെ ഒരു പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ്. അവർ അടുത്തടുത്ത് പരിശീലനം നടത്തുന്നില്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള എതിരാളികൾ ഒരേ കുടക്കീഴിൽ ഉണ്ടായിരിക്കുന്നത് സ്പാഡിനെ സംബന്ധിച്ച് പ്രത്യേകതയാണ്.